ഇന്നെത്രയാണ് റമളാൻ? നമുക്ക് റമളാൻ 3 റമളാൻ 3 ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് റമളാൻ 3 പ്രത്യേകത? ഹബീബായ നബിയുടെ പൊന്നുമോൾ ഫാത്തിമത്തു ഖിത്അത്തു മിൻ കബ്ദി, എൻ്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് മുത്ത് റസൂൽ വിശേഷിപ്പിക്കപ്പെട്ട ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിവസമാണ് റമളാൻ 3. നബി തങ്ങൾ ഒരാളെ കുറിച്ച് എൻ്റെ കരളിന്റെ കഷ്ണ എന്ന് പറയുമ്പോൾ നബിക്ക് അവരോടുള്ള മഹബത്ത് എത്രയായിരിക്കും? നബിയോടുള്ള മഹബത്തിന്റെ ഭാഗമാണ് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് മഹബത്ത് കാണിക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അത് മുത്തുനബിയോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സഹോദരാ സഹോദരി, ആ ഫാത്തിമ ബീവിയെ കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ്, അവരെ കുറിച്ച് പറയേണ്ടതാണ്, അവരെ തവസ്സുലാക്കി ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്യേണ്ടതാണ്, അവരിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളൊക്കെയും പഠിക്കേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മാത്രമല്ല, ആ രൂപവും ആ ആകാരവും ആ പ്രകൃതിയും മുത്തുനബിയുമായി അങ്ങേ അറ്റത്തെ സാദൃശ്യമുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഫാത്തിമ ബീവിയുടെ കണ്ണ് കണ്ടാൽ മുത്തുനബിയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഫാത്തിമ ബീവിയുടെ മൂക്ക് കണ്ടാൽ ഹബീബിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഫാത്തിമ ബീവിയുടെ കവിള് കണ്ടാൽ ഹബീബായ നബി തങ്ങളെ ഓർക്കാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത്രയും മുത്തുനബിയോട് സാദൃശ്യതയുള്ള ഒരാളെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന് ആരാ പറയുന്നത്? ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആ വാപ്പാനും മോളെക്കൊന്ന് സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നിങ്ങളൊന്ന് കൽബറിഞ്ഞ ആമീൻ പറയും. അള്ളാഹു ആ ബാപ്പാനും മോളെക്കൊന്ന് സ്വപ്നത്തിൽ കാണാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ആ തൗഫീക്ക് റമളാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാവട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ റഅയ്തു അഷ്ബഹ സംതൻ വലാ ഹദിയൻ ബിറസൂലില്ലാഹി മിൻ ഫാത്തിമ ഫീ ഖിയാമിഹാ വഖൂദിഹാ. ഫാത്തിമ ബീവിയേക്കാൾ റസൂലുള്ളാഹിനോട് സാദൃശ്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ഫീ ഖിയാമിഹാ വഖൂദിഹാ. ആ ഇരുത്തും ആ നിർത്തും ആ ചലനങ്ങളും എല്ലാം നേരെ പകർന്നു കിട്ടിയിട്ടുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരർത്ഥത്തിൽ നബിയുടെ അതേ ഒരു പ്രകൃതിയായിരുന്നു ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആണ്ടിന്റെ ദിവസല്ലേ, ഒന്ന് മനസ്സറിഞ്ഞ് എല്ലാവരും ഓതി ആ ജന്നത്തുൽ ബഖീൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഫാത്തിമ ബീവിയിലേക്ക് ഒരു ഫാത്തിഹ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ആയിരക്കണക്കിന് ഫാത്തിഹകളാണ് ചെറിയ സമയം കൊണ്ട് പടച്ചോനെ എല്ലാരും കൂടി ഓതി തീർത്തത്. ഒന്നുകൂടെ ഓതി മനസ്സറിഞ്ഞ് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം
ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഈ ഓതിയ ഫാത്തിഹകൾ സ്വീകരിക്കണേ അല്ലാ. അത് ഹബീബിൻ്റെ കരളിൻ്റെ കഷ്ണമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഫാത്തിമ ബീവിയുടെ ഹളറത്തിലേക്ക് ഈ നിമിഷത്തിൽ തന്നെ എത്തിക്കണേ അല്ലാ. അഹ്ലു ബൈത്തിൻ്റെ ഉമ്മയുടെ മേൽ ഞങ്ങൾ ഓതിയത് കബൂലാക്കണേ അല്ലാ. അതൊക്കെ നാളെ അവരോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ സംഗമിക്കാൻ നിമിത്തമാക്കണേ അല്ലാ. ആ ഫാത്തിഹ ഈ മജ്ലിസിൽ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. വലിയ സൗഭാഗ്യമാണ്, അതൊക്കെ വലിയ തൗഫീഖാണ്. നിങ്ങൾ ആലോചിക്കുകയാണ്, കുടുംബപരമായി ഫാത്തിമ ബീവിയെ പോലെ ഒരിടം ലോക ചരിത്രത്തിൽ മറ്റൊരു പെണ്ണിനും കാണാൻ കഴിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കുടുംബപരമായി പരിശോധിക്കുമ്പോൾ ഫാത്തിമ ബീവിക്ക് ലഭിച്ചതുപോലെ ഒരിടം ലോക ചരിത്രത്തിൽ ഒരു പെണ്ണിനും, ചരിത്രത്തിൽ പല മഹതിമാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. അസിയ ബീവി റളിയല്ലാഹു അൻഹാ വലിയ മഹദിയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹാ വലിയ മഹദിയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വലിയ മഹദിയാണ്. അങ്ങനെ ചരിത്രത്തിൽ ഒട്ടനവധി മഹദിമാർ കഴിഞ്ഞു പോയെങ്കിൽ കുടുംബപരമായി ഫാത്തിമ ബീവിയുടെ ഒരിടം ലോകത്ത് മറ്റേതു പെണ്ണിനാണ്. അതെന്താ അങ്ങനെ? ആരാണ് ഫാത്തിമ ബീവിന്റെ ബാപ്പ? ആരാണ് ഫാത്തിമ ബീവിയുടെ ഭർത്താവ്? ആരാണ് ഫാത്തിമ ബീവിയുടെ മാതാവ്? ആരാണ് ഫാത്തിമ ബീവിയുടെ മക്കൾ? ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉമ്മ, ബാപ്പ, അല്ലെ ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇതാണല്ലോ അയാളിലേക്ക് ഏറ്റവും വലിയ ബന്ധം നൽകുന്നത് കുടുംബ ബന്ധത്തിൽ. ഫാത്തിമ ബീവിയെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ബാപ്പ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിനു തന്നെ റഹ്മത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലയോ ഫാത്തിമ ബീവിയുടെ ബാപ്പ? ആ ബാപ്പയേക്കാൾ നല്ല ബാപ്പയെ ലഭിച്ച മക്കളാരാ ഭൂലോകത്തുള്ളത്? അപ്പോൾ ബാപ്പയിലൂടെ നോക്കുമ്പോൾ ഒന്നാമതാണ് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഉമ്മയോ? ഉമ്മ ലോക ചരിത്രത്തിൽ മുത്തുനബിയെ കൊണ്ട് ആദ്യം വിശ്വസിച്ചതാരാണോ അവരാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ ഉമ്മ. ചിന്തിക്കണം, ആണുങ്ങളെ കൂട്ടത്തിൽ ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാൻ. ആണും പെണ്ണും പരിശോധിച്ചാൽ ആദ്യമായി വിശ്വസിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ, സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം, ഹബീബായ നബിയിൽ ആദ്യമായി വിശ്വസിച്ചതാരാണ്? അള്ളാന്റെ റസൂല് തന്നെ പറയുകയാണ്, വആമനത് ബി ഇദ് കഫറ ബിയന്നാസ്. ലോകത്ത് മറ്റാരും എന്നിൽ വിശ്വസിക്കാത്ത ഒരു സമയത്ത് ആദ്യമായി എന്നിൽ വിശ്വസിച്ചത് എൻ്റെ ഖദീജയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹദിയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. നിങ്ങളൊന്ന് ഒച്ചത്ത് തന്നെ തർലിയത്ത് ചൊല്ലിക്കോളൂ, ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. റസൂലുള്ളാഹി പറയാൻ, ആ ഖദീജ ബീവിയല്ലേ ഹബീബായ നബി തങ്ങളുടെ മകൾ ഫാത്തിമ ബീവിയുടെ ഉമ്മ. എന്തെല്ലാം പ്രത്യേകതകളാണ് റബ്ബേ ഖദീജ ബീവിക്കുള്ളത്. വാമനസ് ബി ഇദ് കഫറ ബിയന്നാസ്. ഒരാളും എന്നിൽ വിശ്വസിക്കാനില്ലാത്ത കാലഘട്ടത്തിൽ എനിക്ക് താങ്ങും തണലുമായി നിന്നതെന്റെ ഖദീജയാ. അവരാണ് ആദ്യമായി എന്നിൽ വിശ്വസിച്ചത്. വറസഖനി അല്ലാഹു വലദഹാ ഇദ് ഹറമനി ഔലാദൻ നിസാ. മറ്റു പല ഭാര്യമാരെനിക്കുണ്ടെങ്കിലും അതിൽ ഒരു ഭാര്യയിൽ നിന്നും എനിക്ക് മക്കളുണ്ടായിട്ടില്ല. എനിക്കല്ലാഹു
മക്കളെ തന്നതെന്റെ ഖദീജയിൽ നിന്നു മാത്രമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് മറ്റു ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിലും മക്കളുണ്ടായത് ഒരൊറ്റ ഭാര്യയിൽ നിന്ന് മാത്രമാണ്. അതാരാ? അത് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആ ഖദീജ ബീവിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മ. അതാ പറഞ്ഞത്, കുടുംബപരമായി നോക്കുമ്പോൾ ഫാത്തിമ ബീവിക്ക് ലഭിച്ച ആ ഒരിടം ലോക ചരിത്രത്തിൽ മറ്റൊരു പെണ്ണിനും കിട്ടിയിട്ടില്ല. ഖദീജ ബീവി വഫാത്തായതിനു ശേഷവും ഇടക്കിടക്ക് മുത്ത് റസൂൽ ആടിനെ വാങ്ങും, ആടിനെ അറുക്കും, എന്നിട്ട് അതിനങ്ങനെ ആ ഖദീജ ബീവിയുടെ കൂട്ടുകാരിലേക്ക് കൊടുത്തയക്കും. എന്നിട്ട് പറയും ഖദീജത്തുൻ കഥ, ഖദീജത്തുൻ കഥ, ഖദീജത്തുൻ കഥ. എൻ്റെ ഖദീജ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, മഹദിയായിരുന്നു, മഹത്വമുള്ളവളായിരുന്നു. അങ്ങനെ വാഴ്ത്തുമായിരുന്നു മുഹമ്മദ് മുസ്തഫ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസല്ലേ, ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ ഖിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖിർതു അലാ ഖദീജ. ഖദീജ ബീവിയോട് എനിക്ക് ഈർഷ്യത തോന്നിയത് പോലെ മുത്ത് നബിയുടെ മറ്റൊരു ഭാര്യമാരോടും എനിക്കൊരു ഈർഷ്യത തോന്നിയിട്ടില്ല. ഏയ് ഉറക്കു വരുന്നുണ്ടോ? റസൂലുള്ളാഹിന്റെ ആദ്യ ഭാര്യയാണ് ആര്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി വഫാത്താകുന്നത് വരെ മറ്റൊരു പെണ്ണിനെയും റസൂലുള്ളാഹി വിവാഹം ചെയ്തിട്ടുമില്ല. ഫാത്തിമ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖദീജ ബീവിയെ കാണുക പോലും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ഭാര്യമാർക്കും ഉണ്ടായിരുന്ന ഒരു ടൈമുണ്ടല്ലോ, ആ ടൈമിന്റെ ഡബിളാണ്, നേരെ ഇരട്ടിയാണ് ആർക്കുണ്ടായിരുന്നത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്കുണ്ടായിരുന്നത്. അത്രയും, അതായത് 25-ാമത്തെ വയസ്സിലാണ് ഖദീജ ബീവിയെ റസൂലുള്ളാഹി വിവാഹം ചെയ്യുന്നത്. റസൂലുള്ളാഹിക്ക് 50 വയസ്സായപ്പോഴാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത്. അപ്പൊ 25 കൊല്ലം ആരുടെ കൂടെ തന്നെ? ഖദീജ ബീവിയുടെ. പിന്നെ 12.5 കൊല്ലാണ് ജീവിക്കുന്നത്. 63-ാമത്തെ വയസ്സിൽ ആര് വഫാത്താകുന്നത്? റസൂലുള്ളാഹിക്ക് 63 വയസ്സ്. ആ 63 വയസ്സിലാണ് റസൂലുള്ളാഹി വഫാത്താകുന്നത്. ഖദീജ റസൂലുള്ളാഹിന്റെ 50-ാമത്തെ വയസ്സിൽ ഖദീജ ബീവി വഫാത്തായി. പിന്നെ 12.5 കൊല്ലം, അതിന്റെ നേരെ ഇരട്ടി 25 കൊല്ലം ആർക്ക് തന്നെ? ഖദീജ ബീവിക്ക് മാത്രം. മറ്റുള്ള എല്ലാ ഭാര്യമാർക്കും കൂടെ 12.5 കൊല്ലം. ആലോചിക്കണം. ഐഷ ബീവി റളിയല്ലാഹു പറയാണ്, സത്യം പറയാലോ, മാ ഖിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖിർതു അലാ ഖദീജ. ഖദീജ ബീവിയോട് ഈർഷ്യത തോന്നിയതുപോലെ, അതായത് ചക്കുളത്തിപ്പോര് ഉണ്ടായതുപോലെ മറ്റൊരു ഭാര്യയോടും എനിക്ക് ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും എത്ര ഉണ്ടാകരുതെന്ന് വിചാരിച്ചാലും ഓട്ടോമാറ്റിക്കായി ഉണ്ടാകുന്ന ഒരു സംഗതിയാണത്. അങ്ങനെ ഒരു ഈർഷ്യത ഖദീജ ബീവിയോട് എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാ കേൾക്കണോ, ഖദീജ ബീവിയെ ഞാൻ കാണുക പോലും ചെയ്തിട്ടില്ല. ഖദീജ ബീവിയെ ഞാൻ കണ്ടിട്ടില്ല. വലാകിൻ കാനൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹാ. പിന്നെ എന്താണ് ഖദീജ ബീവിയോടങ്ങനെ തോന്നാൻ കാരണമെന്നോ? എപ്പോഴും ഖദീജ ബീവിയുടെ മദ്ഹ് അങ്ങനെ പറയുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ചില ആളുകൾക്ക് സംശയ, മരിച്ചു കഴിഞ്ഞാൽ മദ്ഹ് പറയാൻ പറ്റുമോ? മദ്ഹ് പറയാൻ വേണ്ടി കൂടാൻ പറ്റുമോ? ഇത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ എപ്പോഴും ഖദീജ ബീവിയുടെ മദ്ഹ് പറയുന്ന പണിയായിരുന്നു. ആർക്ക്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറച്ചിൽ മാത്രമല്ലല്ലോ, വറുബ്ബമാ ദബഹശാത വയുഖത്തിഉഹാ അഅ്ലാ. ഇടക്കൊക്കെ ആടിനെ വാങ്ങും, ആടിനെ അറുക്കും, അതിനെ പീസാക്കിയിട്ട് സുമ്മ യബ്അസുഹാ ഫീ സദാഇകി ഖദീജ. ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക്, ബന്ധുക്കൾക്ക് റസൂലുള്ളാഹി കൊടുത്തയക്കും.
വറുബ്ബമാ ഖുൽതു ലഹു, ഇതിങ്ങനെ കണ്ടിട്ടിടക്ക് ഞാൻ തന്നെ മുത്തുനബിയോട് പറഞ്ഞു പോയിട്ടുണ്ട്, കഅന്നഹു ലം യകുൻ ഫിദ്ദുനിയാ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ. നിങ്ങളീ കളി കണ്ടാ തോന്നും ലോകത്ത് ഖദീജ അല്ലാതെ വേറൊരു പെണ്ണുമില്ല. ആര് പറയാൻ? അസൂയല്ല. പക്ഷെ എന്നാലും സ്വാഭാവികമായും ഒരാൾക്ക് രണ്ടോ അതിലധികമോ ഭാര്യമാരുണ്ടാകുമ്പോൾ മറ്റു ഭാര്യക്ക് കൂടുതൽ പരിഗണന കിട്ടുന്നുണ്ടോ എന്ന തോന്നൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഗീറത്ത്. ഗൈറ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ അർത്ഥം, ഗീറത്ത് പറഞ്ഞാൽ മറ്റൊരാളുടെ പോവോ എന്നുള്ളൊരു പേടി. മനസ്സിലായോ? ആ ഒരു ഈർഷ്യത ഖദീജ ബീവിയോട് വല്ലാതെ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയും, നിങ്ങളെ കളി കണ്ടാ തോന്നും ലോകത്താകെ പെണ്ണായിട്ട് ആര് മാത്രമേ ഉള്ളൂ, ഖദീജ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോകുമല്ലോ എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എത്രമേൽ പ്രാധാന്യം ഖദീജ ബീവിക്ക് മുത്തറസൂല് കൊടുത്തിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളാ പരിഗണന കൊടുത്ത ഖദീജ ബീവിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ. ഇനി ഭർത്താവോ ആരാണ്? ഫാത്തിമ ബീവിയുടെ ഭർത്താവ് സുബ്ഹാനല്ലാഹ്, കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആലിയാര് തങ്ങളല്ലേ, ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്. അലിയാര് തങ്ങളെ കുറിച്ച് മുത്ത് റസൂല് പറഞ്ഞതെന്താ? മൻ അഹബ്ബ അലിയാ ഫഖദ് അഹബ്ബനീ. ആര് അലിയാര് തങ്ങളെ സ്നേഹിക്കുന്നുവോ, ആരുടെ ഹൃദയത്തിൽ അലിയാര് തങ്ങൾക്ക് സ്ഥാനമുണ്ടോ, ഫഖദ് അഹബ്ബനീ, അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണെന്ന് മുഹമ്മദ് മുസ്തഫ. അലിയാര് തങ്ങളോട് ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾക്ക് എന്നോട് ഇഷ്ടമുള്ളവനായി. ഒമൻ അബ്ഗള അലിയാ ഫഖദ് അബ്ഗളനി ഫഖദ് അബ്ഗളല്ലാഹ്. അലിയാര് തങ്ങളോട് ഒരാൾക്ക് വെറുപ്പാണെങ്കിൽ, അലിയാര് തങ്ങളോട് ഒരാളുടെ ഹൃദയത്തിന് അകൽച്ചയാണെങ്കിൽ, അവൻ എന്നോട് അകൽച്ചയുള്ളവനാണ്. അത് കാരണമായി ഫഖദ് അബ്ഗളല്ലാഹ്, അവൻ അല്ലാഹുവിനോട് അകൽച്ച കാണിച്ചവനായി, അല്ലാഹുവിന്റെ കോപത്തിനിരയായെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഫാത്തിഹ നമ്മള് ഫാത്തിമ ബീവിന്റെ പേരിൽ ഫാത്തിഹ ഓതിയില്ലേ? ഖദീജ ബീവിന്റെ പേരിൽ ഓതിയോ? ഒരു ഫാത്തിഹ ഖദീജ ബീവിന്റെ പേരിൽ ഓതി. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. അല്ലാഹുവേ, ഈ ഫാത്തിഹ കൂഫയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അലിയാർ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഇറാഖിലെ കൂഫയിലാണ് അലിയാർ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അല്ലാഹുവേ, ലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. ഫാത്തിഹയുടെ സവാബ് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ആ മുഅ്മിനീങ്ങളുടെ മാതാക്കളിൽ ഒന്നാമത്തെ ഉമ്മയായ മുത്തുനബിയുടെ മക്കൾക്കൊക്കെ ജന്മം നൽകിയ ഖദീജ ഉമ്മയുടെ ഹളറത്തിലേക്ക് ഫാത്തിഹയുടെ സവാബ് എത്തിക്കണേ അല്ലാഹ്.
നാളെ സ്വർഗത്തിൽ നിന്നവരെ കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഫാത്തിമ ബീവിയുടെ ഭർത്താവ് അലിയാർ തങ്ങളെയും ഫിർദൗസിൽ നിന്ന് കണ്ടുമുട്ടാൻ നീ ഞങ്ങൾക്കൊക്കെയും വിധി നൽകണേ അല്ലാ. ഇത്രയാണ് അവരുടെ സ്ഥാനം. അവരോടൊക്കെ ഒരു മഹബത്ത് കൽബിലുണ്ടാവാൻ ഇതൊക്കെ കാരണമാവണം. എന്തിനാണ് ഇപ്പൊ ഈ വയല് എന്നറിയോ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വെറും കർമ്മങ്ങൾ മാത്രമൊന്നും അല്ല. ചില മഹബത്ത് കൊണ്ട് ഭയങ്കര രക്ഷ ഉണ്ടാവും, ചില ഇഷ്ടം കൊണ്ട് രക്ഷപ്പെടും. അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരാൾ ആരെയാണോ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയാണ് പരലോകത്തെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇവരൊക്കെ എന്തായാലും സ്വർഗത്തിലാണ്, അതിലൊരു സംശയവും ഇല്ലല്ലോ. അപ്പൊ അവരോടുള്ള മഹബത്ത് കൽബിലേക്ക് കയറാൻ ഇതൊക്കെ ഉപകരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഫാത്തിമ ബീവിയുടെ ഭർത്താവ് ലോകം കണ്ട മഹാന്മാരിൽ പ്രധാനിയാണ്. ഹബീബായ നബി തങ്ങൾ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലിയാർ തങ്ങൾക്ക് മുത്ത് റസൂല് കൊടുത്ത പ്രാധാന്യം എത്രയാണ്. സാധാരണ ബദർ, ഉഹദ് പോലെയുള്ള യുദ്ധങ്ങളിലൊക്കെ അലിയാർ തങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോ അലിയാർ തങ്ങളെ വിളിച്ചിട്ട് മുത്ത് റസൂല് പറയുന്നുണ്ട്, അലിയേ തബൂക്കിലേക്ക് നീ യുദ്ധത്തിന് വരേണ്ടതില്ല. പിന്നെയോ ഈ മദീനയിൽ എൻ്റെ പ്രതിനിധിയായി നീ ഇവിടെ നിൽക്കണം. ഉടനെ അലിയാർ തങ്ങൾ കണ്ണീരോടെ ഹബീബായ നബിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നബിയേ, യാ റസൂലല്ലാഹ് തഖ്ലുഫനി ഫിന്നിസാഇ വസ്ബിയാൻ. ഞാൻ ഈ മദീനയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം നോക്കി നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ പ്രതിനിധിയായി മദീനയിൽ ഇവിടെ സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കി, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി നിൽക്കണമെന്നാണോ പറയുന്നത്? എനിക്ക് യുദ്ധത്തിന് വരാൻ കൊതിയുണ്ടല്ലോ നബിയെ. ഉടനെ ഫഖാല, ഹബീബായ നബി തങ്ങൾ തിരിച്ച് ചോദിച്ചത്, അലിയേ അമാ തർലാ അൻ തകൂന ബിന്നി ബിമൻസിലതി ഹാറൂന മിൻ മൂസാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാറൂൻ നബിക്ക് കൊടുത്ത പ്രാധാന്യം നിനക്ക് ഞാൻ തരുന്നത് നിനക്ക് തൃപ്തിയല്ലേ? മൂസാ നബിയുടെ പ്രതിനിധിയായി പലപ്പോഴും നിലകൊണ്ടത് ഹാറൂൻ നബിയല്ലേ? ആ ഒരു സ്ഥാനം നിനക്ക് ലഭ്യമാകുന്നതിൽ നീ സംതൃപ്തനല്ലേ? ഉടനെ ഹബീബായ നബി തങ്ങളോട് അലിയാർ തങ്ങൾ പറയുന്നുണ്ട്, നഅം യാ റസൂലല്ലാഹ്, അതേ ഞാൻ സംതൃപ്തനാണ് നബിയെ. ഗൈറ അന്നഹു ലാ നബിയ ബഅദി. എങ്കിൽ അലി, എന്റെ ശേഷം ഒരു നബി ഇല്ലാന്നേ ഉള്ളൂ. ആ മൂസാ നബി നബിയായ ഹാറൂൻ നബിയെ പ്രതിനിധിയാക്കുന്നത് പോലെയാണ് നിന്നെ ഞാൻ പ്രതിനിധിയാക്കിയിരിക്കുന്നത്. എന്റെ ശേഷം ഒരു നബി ഇല്ലാന്നേ ഉള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അലിയാർ തങ്ങൾക്ക് മുത്ത് റസൂൽ കൊടുത്തൊരു പ്രാധാന്യം എത്ര. ഒരു ദിവസം റസൂലുള്ളാഹിക്ക് ഒരു സ്വഭാവമുണ്ട്. സഹാബികൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും, നിങ്ങൾ ഈ ഒറ്റപ്പെട്ട് നടക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് താങ്ങും തണലുമായി ചങ്ങാതിയായി അടുത്ത ഒരു ആളുണ്ടാവണം. നിങ്ങളുടെ ഉറ്റ സുഹൃത്ത്, നിങ്ങളെ ശ്രദ്ധിക്കാനും നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുമായി താങ്ങും തണലുമായി ഒരു ചങ്ങാതിയെങ്കിലും ഉണ്ടാവണം. ഒറ്റപ്പെട്ട് നടക്കരുത് എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ പരസ്പരമാണ് സ്നേഹിതന്മാരായി ചങ്ങാതിമാരായി തെരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ച് സദസ്സിലുള്ള ഈ രണ്ടാളുകളെ പരസ്പരം, നീ ഇവന്റെ ചങ്ങാതി, ഇവൻ നിന്റെ ചങ്ങാതി എന്ന് പറഞ്ഞ് അവർക്കിടയിൽ, മനസ്സിലായോ? ശരിക്ക് കുറെ പണം ഉണ്ടാവുക എന്നുള്ളതൊന്നുമല്ല. എല്ലാത്തിലും കൂടെ നിൽക്കുന്ന ഒരൊറ്റ സുഹൃത്ത് ഉണ്ടാവുക എന്നുള്ളത് അത് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. അത് വലിയൊരു തൗഫീഖാണ്. എന്ത് പ്രതിസന്ധി വന്നാലും ആര് കൈവിട്ടാലും ഞാൻ ഉണ്ടടാ നിന്റെ കൂടെ, നിന്നെ ഒരിക്കലും ഞാൻ ഒഴിവാക്കൂല, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും ഈ ശ്വാസം നിലക്കുന്നത് വരെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞ് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു സുഹൃത്ത് ഉണ്ടാവുക എന്നുള്ളത് വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് ആശ്വാസമാണ്.
അത് താങ്ങും തണലുമാണ്. അങ്ങനെ മുത്തുനബി എന്ത് ചെയ്തു എന്നറിയോ? ആഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അസ്ഹാബിഹി, റസൂലുള്ള സഹാബികൾക്കിടയിൽ അങ്ങനെ ഒരു ചങ്ങാത്തമുണ്ടാക്കി. ഞാൻ പറഞ്ഞല്ലോ, നീ ഇവന്റെ ചങ്ങാതി, ഇവൻ നിന്റെ ചങ്ങാതി, നിങ്ങൾ രണ്ടാളും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിൽക്കണം, അറിഞ്ഞ് സഹായിക്കണം, കൂടെ നിൽക്കണം, ആശ്വാസം പകരണം. ആ നിലയിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികൾക്കിടയിൽ ചങ്ങാത്തമുണ്ടാക്കി. പക്ഷേ കേൾക്കണോ, ഫജാഅ അലിയുൻ റളിയല്ലാഹു അൻഹു തദ്മഉ ഐനാ, എല്ലാം കഴിഞ്ഞപ്പോൾ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അലിയാര് തങ്ങൾ മുത്ത് റസൂലിന്റെ ഹളറത്തിലെത്തി. എന്നിട്ട് ഫഖാല യാ റസൂലല്ലാഹ്, അലിയാര് തങ്ങൾ പറഞ്ഞു, അല്ല അല്ലാഹുവിന്റെ റസൂലേ, ആഖദത ബൈന സഹാബിക വലം തുവാഖി ബൈനീ വബൈന അഹദിൻ, നിങ്ങൾ ഈ കാണുന്ന എല്ലാവർക്കിടയിലും ചങ്ങാത്തമുണ്ടാക്കി. ഏത് ഘട്ടത്തിലും കൂടെ നിൽക്കാൻ നീ അവന്റെ സുഹൃത്താവണം, അവൻ നിന്റെ സുഹൃത്താവട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തർക്കും ഏറ്റവും അനുയോജ്യരായ കൂട്ടുകാരന്മാരെ നിശ്ചയിച്ചു കൊടുത്തു. പക്ഷെ എനിക്കൊരു കൂട്ടുകാരനെയും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എനിക്ക് ആ നിലയിൽ ഒരു കൂട്ടുകാരനെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ നബിയെ. ഉടനെ ഫഖാലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ചെയ്തത് കേൾക്കണോ? അലിയാര് തങ്ങളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അലിയേ അംത അഖീ ഫിദ്ദുനിയാ വല്ലാഖിറ, അലിയേ നീ ദുനിയാവിലും ആഖിറത്തിലും നിന്റെ ചങ്ങായിയാണ്. ഞാൻ മറ്റൊരാളുമായി നിനക്ക് ചങ്ങാത്തമുണ്ടാക്കാത്തത് നീ ആരെ ചങ്ങായിയാകാൻ വേണ്ടിയിട്ടാ? എന്റെ ചങ്ങാതിയാകാൻ വേണ്ടിയിട്ടാ. അംത അഖീ ഫിദ്ദുനിയാ വല്ലാഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീ എന്റെ ചങ്ങാതിയാണ് അലിയെ എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആലോചിക്കണം, ഈ ഫാത്തിമ ബിയുടെ ഭർത്താവാരാൻ? ബാപ്പയാരാണ്? ഉമ്മയാരാണ്? ഭർത്താവാരാൻ? പ്രിയപ്പെട്ട സഹോദര സഹോദരി, ആലോചിക്കണം. എത്രയോ വിവാഹാഭ്യർത്ഥനകൾ ഫാത്തിമ ബീവിക്ക് വന്നിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബിയെ മോൾ എനിക്ക് കല്യാണം ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു തവണയല്ല, പല തവണ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പലതവണ ഹബീബായ നബിയോട് ആ ഫാത്തിമയെ എനിക്ക് നിക്കാഹ് ചെയ്തു തരുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ റസൂലുള്ളാന്റെ മറുപടി അൻളുറു ബിഹൽ ഖലാ, അങ്ങനെ ഞാൻ ആർക്കെങ്കിലും നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഖലാ എന്താണെന്ന് എനിക്ക് വഹയി വരട്ടെ. റബ്ബിൻ്റെ തീരുമാനം വന്നാലല്ലാതെ എൻ്റെ ഫാത്തിമയെ ഞാൻ ഒരാൾക്കും നിക്കാഹ് ചെയ്തു കൊടുക്കില്ല. അള്ളാഹുവിൻ്റെ തീരുമാനം. അബൂബക്കറെ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരും. ഉമർ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരും. അവസാനം അലിയാർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. അലിയാർ തങ്ങളോട് മുത്ത് റസൂല് പറയുകയാണ്, ഇതാ അള്ളാഹുവിൻ്റെ വിധി വന്നിരിക്കുന്നു, എൻ്റെ മകൾ നിനക്കുള്ളതാണ്. അന്ന് അലിയാർ തങ്ങളുടെ ജോലി എന്താണെന്ന് ചിന്തിക്കണം. അലിയാർ തങ്ങളുടെ അന്നത്തെ ജോലി എന്താണെന്നറിയോ? പാടങ്ങളിൽ പോയി പുല്ലരിഞ്ഞ് ആ പുല്ല് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കും. ഒട്ടകങ്ങളുള്ള ആളുകൾക്ക്, ആടുകളുള്ള ആളുകൾക്ക് വിൽക്കും. അതിന് കിട്ടുന്ന ചെറിയ ക്യാഷ് കൊണ്ടാണ് ദരിദ്രനായ അലിയാർ തങ്ങൾ ജീവിച്ചു പോയത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പൊ പണം നോക്കിയിട്ടല്ല നിക്കാഹ് ചെയ്തെടുത്തത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് കരയുന്ന കൊട്ടാരത്തേക്കാൾ ഹൈറ് പെണ്ണ് ചിരിക്കുന്ന കുടിലാണ്. മനസ്സിലായോ?
വീട്ടിനുള്ളിൽ കരയുന്ന വേപതുകൊണ്ട് ഒറ്റപ്പെട്ട് വിഷമിച്ച് കഴിയുന്ന ആ നിലയിൽ കൊട്ടാര സമാനമായ വീട്ടിൽ കഴിയുന്ന പെണ്ണിനേക്കാൾ ഹൈറുള്ള വീട്. കൊച്ചു കൂരയാണെങ്കിലും ആ വീട്ടിലുള്ള പെണ്ണ് സന്തോഷത്തിലാണ്, അവൾ ആഹ്ലാദത്തിലാണ്, അവൾക്ക് ടെൻഷനില്ല, ആദിയില്ല, വ്യാധിയില്ല, വേപത് പൂണ്ട് കഴിയുകയല്ല. അല്ലാഹുവേ, അല്ലാഹു സമാധാനം നൽകട്ടെ, അല്ലാഹു റാഹത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കാതകരെ പ്രസവിക്കുന്ന ഉമ്മമാരുടെ കാലഘട്ടം. കൊലയാളിയെ, സ്വന്തം കൊലയാളിയെ പ്രസവിച്ച ഉമ്മ, ആ ഉമ്മ പ്രസവിച്ച് നൊന്ത് പെറ്റ് ചോര നീരായി ആ ചോര മാറിയിട്ടാണല്ലോ പാലായി മാറുന്നത്. ആ പാല് കുടിച്ച കുട്ടി, ആ കുട്ടി ഉമ്മാനെ കൊല്ലുന്നൊരു കാലഘട്ടം എന്ന് പറയുമ്പോൾ എത്രയാണ് റബ്ബേ അതിൻ്റെ വേദന. അല്ലാഹു കാക്കട്ടെ. ഇന്നിവിടെ ദുആ ചെയ്യിപ്പിക്കാൻ വന്നപ്പോൾ ഒരു ഉമ്മ പറഞ്ഞു, ബേജാറാണ് ഉസ്താദെ, മോൻ്റെ ലഹരിക്കടിമപ്പെട്ടുള്ള ചില കളികളൊക്കെ കാണുമ്പോൾ, ഇപ്പോൾ ഓരോ വാർത്തകളും കൂടി കേൾക്കുമ്പോൾ പേടിയാണ്. ഓൻ്റെ ഓരോ നോട്ടും ഓൻ്റെ ഓരോ സ്വഭാവമൊക്കെ കാണുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ നെഞ്ചിടിപ്പാണ്. നൊന്ത് പെറ്റ മോനെ ആ നിലക്ക് പേടിച്ച് വീട്ടിൽ കഴിയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എത്രമേൽ വലിയൊരു പരീക്ഷണമാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഇതിപ്പോൾ സ്കൂൾ 1-ാം ക്ലാസ് മുതലേ അധ്യാപകർക്ക് വടിയെടുക്കാൻ പാടില്ല, രക്ഷിതാക്കൾക്ക് വടിയെടുക്കാൻ പാടില്ല, കുട്ടികളെ തീരെ നോവിക്കാൻ പാടില്ല, ആരും തല്ലാൻ പാടില്ല, നിയമം കർശനമാണ്. അങ്ങനെയൊക്കെയാകുമ്പോൾ ഇങ്ങനെയുള്ള അനന്തര ഫലങ്ങളാണോ ഉണ്ടാകുന്നത് എന്ന് ആലോചിക്കേണ്ടതാണ്. അധ്യാപകർക്ക് ആവശ്യത്തിന് വടിയെടുക്കാനുള്ള അനുവാദം കൊടുക്കാതിരുന്നാൽ പോക്ക് വലിയ പൊല്ലാപ്പിലേക്കായിരിക്കും. ഒരുതരം ലഹരിയുടെ ലോകത്തേക്ക് ചെറിയ മക്കൾ പോലും എത്തിപ്പെടുന്നൊരു സാഹചര്യം ജല്ല ജലാലായ റബ്ബ് കാക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്, അല്ലാഹു കാക്കട്ടെ. സ്വന്തം വീട്ടിൽ സ്വന്തം മക്കളെ പേടിച്ച് കഴിയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, പേടി എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും പറയോ എന്നുള്ള പേടിയൊന്നുമല്ല, പിന്നെ കൊല്ലോ എന്നുള്ള പേടി. മക്കളൊക്കെ ഇതിങ്ങനെ കാണുകയാണല്ലോ, അവരിതൊക്കെ ഇങ്ങനെ കേൾക്കുകയാണല്ലോ, എന്നാ പിന്നെ ഞാനൊന്നങ്ങനെ ചെയ്തു നോക്കട്ടെ എന്നുള്ള ആ ഒരു ചിന്താഗതി എൻ്റെ മോനും എൻ്റെ മോൾക്കും വരുമോ എന്നുള്ള ആദി ആശങ്ക. അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ, അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മക്കളുടെ കൂട്ടുകെട്ട് നന്നാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ ലഹരിക്കടിമകളാക്കരുതേ റബ്ബേ. ഈ നോമ്പിൽ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് അതൊക്കെ നിന്നോട് തേടാൻ വേണ്ടി തന്നെയാണ്. നീ എല്ലാ അർത്ഥത്തിലും കാവൽ നൽകണേ അല്ലാഹ്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ കാര്യം, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് അലിയാർ തങ്ങളെ മുത്ത് റസൂല് ഭർത്താവായി തെരഞ്ഞെടുത്തു. ആ അലിയാർ തങ്ങളാവട്ടെ സാമ്പത്തികമായി വളരെ പിന്നിലായിരുന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താ? നിങ്ങളുടെ മകൾക്ക് വിവാഹാഭ്യർത്ഥനയുമായി വരുന്നവനെ നിങ്ങൾ നോക്കണം. എന്താ നോക്കേണ്ടത്? ഇൻജാഅകും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂ. നിങ്ങളുടെ മകൾക്ക് വിവാഹാഭ്യർത്ഥനയുമായി വരുന്നവൻ ദീനുള്ളവനാണോ പരിശോധിക്കണം, സ്വൽസ്വഭാവിയാണോ പരിശോധിക്കണം. ദീനുണ്ട്, സ്വൽസ്വഭാവിയുമാണ് എങ്കിൽ ഫസവ്വിജൂ, അവനാണ് അവളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. ഇല്ല, അങ്ങനെയല്ല എങ്കിൽ തകും ഫിൽ അർളി ഫിത്നതുൻ വഫസാദുൻ അരീൽ. ആകെ ഫിത്നകൾ ഉണ്ടാകും, കുഴപ്പങ്ങൾ ഉണ്ടാകും, സമാധാനം നഷ്ടപ്പെട്ടു പോകും. ആ വീട്ടിൽ കണ്ണീരോടെ മകൾ കഴിയേണ്ട അവസ്ഥ വന്നു പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാവൽ നൽകട്ടെ. ഓർക്ക് വരുന്നുണ്ടോ? ഒരു 3 നാരിയത്ത് സ്വലാത്ത് ചൊല്ലല്ലേ? ഇൻഷാ അല്ലാഹ്. ബുദ്ധിമുട്ടില്ലാത്തവർ നോമ്പാണ്, ആരും ബുദ്ധിമുട്ടിക്കല്ല. ബുദ്ധിമുട്ടില്ലാത്തവർ അവർക്കൊക്കെ ഒന്ന് പോകട്ടെ. സലാത്തിനെ ബഹുമാനിച്ചൊന്ന് എഴുന്നേറ്റിക്ക് ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നാരിയത്ത് സ്വലാത്ത് നിയ്യത്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചവരുമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. ഒരു 3 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നമ്മളിവിടെ ദുആ ചെയ്യുന്നത് അതിന് ഇജാബത്ത് കിട്ടും കൂടിയും വേണം. ഞാൻ പറഞ്ഞല്ലോ 8 മണിയാകുമ്പോഴത്തേക്ക് ഇളയൂരിൽ നിന്ന് എൻ്റെ ഓർമ്മ
2 സഹോദരിമാർ വന്നു. ഉസ്താദ് ഏരൊക്കെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്, ഏരൊക്കെ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ക്യാൻസർ ബാധിച്ച് കുറേ റേഡിയേഷനും കീമോ ഒക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ അപ്പം നല്ല മാറ്റമുണ്ട്. ഇനി ഇടയ്ക്ക് പോയിട്ടൊരു ഇഞ്ചക്ഷൻ ചെയ്യണം, ഒരു 7 ഇഞ്ചക്ഷൻ കൂടിയും ബാക്കിയുണ്ട് ഹോർമോൺ കൂടാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഇബാദത്തും മുടങ്ങരുത്, മജ്ലിസും മുടങ്ങരുത്, ഒക്കെ റാഹത്താവണം, ദുആ ചെയ്യണം എന്ന് പറഞ്ഞേൽപ്പിച്ചു. അങ്ങനെയൊക്കെ എത്രയോ ആളുകൾ പ്രതീക്ഷയിൽ വന്നവരാണ്. നമ്മൾ നോമ്പുകാരായി അള്ളാഹിനോട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ ദുആ ചെയ്യണത്. ദിക്റ് ചൊല്ലി ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് ആ ദുആക്കൊക്കെ ഇജാബത്ത് കിട്ടണം. ആ നിയ്യത്തോടെ മനസ്സറിഞ്ഞ് ചൊല്ലി ഒരു 3 സ്വലാത്തുൻ നാരിയ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم يا رب جبريل ويا رب ميكائيل ويا رب إسرافيل ويا رب عزرائيل ويا رب محمد صلى الله عليه وسلم ചൊല്ലിയ സ്വലാത്തുൻ നാരിയ കബൂലാക്കണേ അല്ലാഹ്. ഈ സ്വലാത്തുൻ നാരിയയുടെ ബറക്കത്ത് കൊണ്ട് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഈ മുഅ്മിനീങ്ങൾ പ്രതീക്ഷയോടെ സംഗമിച്ചവരാണ്. ഓരോരുത്തരുടെയും മനസ്സിന്റെ മുറാദുകൾ അറിയുന്നവൻ നീയാണ്. ഹാസിലാക്കണേ അല്ലാഹ്. മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിനക്കറിയുമല്ലോ. ആ കാര്യങ്ങളൊക്കെയും നീക്കി റാഹത്ത് നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കണേ അല്ലാഹ്. എല്ലാ വിജയവും വിധിക്കണേ അല്ലാഹ്. വീട്ടിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഐക്യം നൽകണേ അല്ലാഹ്. ഒരുമ നൽകണേ അല്ലാഹ്. അസ്ബാബുൽ മഈഷ, മഈഷത്തിന്റെ വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഇജാബത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹു കബൂലാക്കി തരട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നോമ്പൊക്കെ എടുത്താൽ ഈ കൊല്ലി വറ്റുന്ന പ്രയാസമുള്ള ആളുകളുണ്ട്. തളർച്ച വരികയാണ്, ക്ഷീണം വരികയാണ്, ഛർദി വരികയാണ്, ഷുഗർ പറ്റ ഡൗൺ ആവുകയാണ്. ആ നിലയിലൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു സമ്പൂർണമായ സലാമത്ത് നൽകട്ടെ. അള്ളാഹു ഈ മഹാന്മാരൊക്കെ ബറക്കത്ത് കൊണ്ട് ഇജാബത്ത് നൽകട്ടെ. അപ്പോൾ ഫാത്തിമ ബീവിയുടെ ചരിത്രത്തിലെ കുടുംബപരമായ ഒരു ഇടം ഇന്ന് റമളാൻ 3 കൊണ്ട്, ഫാത്തിമ ബീവിയുടെ ആണ്ടിന്റെ ദിനമായതുകൊണ്ടാണ് അവരെ നമ്മൾ സ്മരിക്കുന്നത്. അള്ളാഹു ഇത് ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. കുടുംബപരമായി അത്രയും വലിയ മഹത്വം ഫാത്തിമ ബീവിക്കുണ്ട്. പിന്നെ മക്കളാരാ? ആരാ ഫാത്തിമ ബീവിയുടെ മക്കൾ? ഹബീബായ നബി തങ്ങൾ സ്വർഗ്ഗക്കാരുടെ നേതാവെന്ന് വിശേഷിപ്പിച്ച മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു, വൽ ഹസനു വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന
എന്റെ ഹസനും ഹുസൈനും സ്വർഗക്കാരിലെ യുവാക്കളുടെ നേതാവാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗക്കാരിലെ യുവാക്കളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തിയ എല്ലാവരും ആരായിരിക്കും? എത്ര സ്വർഗത്തിലെ വയസ്സ്? 13. സ്വർഗത്തിലെ വയസ്സ് 33. പ്രായമുള്ള ഒരു ഉമ്മ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു, നബിയെ സ്വർഗത്തിൽ കിടക്കാൻ തുരക്കണേന്ന് പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, അതിന് വല്യമാരവിടെ ഉണ്ടാവില്ല, സ്വർഗത്തിൽ ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. അതിലാ ഉമ്മാന്റെ കണ്ണാട്ട് പറഞ്ഞു, പൊന്നാര നബിയെ ഞങ്ങൾ കുടുങ്ങിയോന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, കുടുങ്ങിയിട്ടൊന്നുമില്ല, നിങ്ങള് വല്യമായിട്ട് അവിടെ ഉണ്ടാവില്ല, ഈ പ്രായത്തില് സ്വർഗത്തിൽ ഉണ്ടാവില്ല. എല്ലാവർക്കും 33 വയസ്സാണ്. അപ്പൊ എല്ലാരും അവിടെ യുവാക്കളാണ്. കാലം കഴിയുന്നതിനനുസരിച്ച് പ്രായം കൂടുന്ന പ്രശ്നം ഇല്ല. അങ്ങനെ കുട്ടികൾ സ്വർഗത്തിൽ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, യതൂഫൂന അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ആ സ്വർഗക്കാർക്കൊരു ആനന്ദത്തിനും ആഹ്ലാദത്തിനും വേണ്ടി സേവനം ചെയ്യാൻ കുറെ കൗമാരപ്രായക്കാരുണ്ടാകും. അവരുടെ പ്രായം വിൽദാനും മുഖല്ലദും തന്നെയായിരിക്കും. എന്നാൽ സാധാരണഗതിയിൽ ഒരാൾ പ്രായം കൂടിയിട്ട് വയസ്സായ നിലയിൽ സ്വർഗത്തിൽ ഉണ്ടാവുക എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല. അതെല്ലാവരും 33-ലായിരിക്കും. അതിന്റെ മുകളിലേക്ക് പോകുന്നൊരു പ്രശ്നം ഇല്ല. അപ്പൊ സ്വർഗക്കാരുടെ യുവാക്കളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ ആ സ്വർഗക്കാരുടെ നേതാവ് എന്ന് തന്നെയാണ് ആരൊക്കെ? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹും ഹുസൈൻ റളിയല്ലാഹു അൻഹും ഇവർ രണ്ടുപേരെയും മടിയിലിരുത്തി അള്ളാന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞതിങ്ങനെയാണ്, ഹാദാനി ഇബ്നായ വബ്നാ ഇബ്നതൈ. ഇതെന്റെ 2 മക്കളാണ്, അതായത് എന്റെ പൊന്നുമോളുടെ മക്കളാണ്. അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബഹുമാ ഫഅഹിബ്ബുഹുമാ. എന്റെ ഈ 2 മക്കളോട് എനിക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടമാണ് റബ്ബേ, അവരെ നീയും ഇഷ്ടപ്പെടണേ അല്ലാ. വഅഹിബ്ബ മൻ യുഹിബ്ബുഹുമാ. ഈ 2 മക്കളാരൊക്കെയാണോ സ്നേഹിക്കുന്നത് അവരെയും നീ സ്നേഹിക്കണേ അല്ലാ. ആരുടെ ദുആയാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, ഇതിന്റെ 2 മക്കളാണ്, ഇവരെ നീ സ്നേഹിക്കണം പടച്ചോനെ, എനിക്ക് ഇവരോട് ഭയങ്കര ഇഷ്ടമാണ്, ഇവരെ നീ സ്നേഹിക്കണം. പിന്നെ പറഞ്ഞ കേട്ടോ, വഅഹിബ്ബ മൻ യുഹിബ്ബുഹുമാ. ഇവർ 2 പേരെയും ആരൊക്കെയാണോ സ്നേഹിക്കുന്നത് അവരെയും സ്നേഹിക്കണം. ഹസൻ റളിയല്ലാഹുവിനോടും ഹുസൈൻ റളിയല്ലാഹുവിനോടും നമ്മളെ കൽബിൽ ഒരു മഹബത്ത് ഉണ്ടായാൽ അല്ലാഹുവേ, അള്ളാന്റെ മഹബത്ത് കിട്ടാനത് കാരണമാകും. കാരണം അവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അള്ളാന്റെ സ്നേഹത്തിനായി ആര് ദുആ ചെയ്തു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മക്കളോട്. പക്ഷെ അങ്ങനെയാണെങ്കിലും അള്ളാന്റെ വലിയ പരീക്ഷണം അവർക്ക് എത്തിയിട്ടുണ്ട്. അതും നമ്മൾ ചിന്തിക്കണം. അള്ളാന്റെ വലിയ പരീക്ഷണങ്ങൾ ഈ 2 മക്കൾക്ക് എത്തിയിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും എത്തിയിട്ടുണ്ട്, ഹസൻ റളിയല്ലാഹു അൻഹുവിനും എത്തിയിട്ടുണ്ട്. അതൊക്കെ കരളലിയിക്കുന്ന കഥകളാണ്. റബ്ബേ, പടച്ച റബ്ബേ, നാളെ അവരുടെ കൂടെ സ്വർഗത്തിൽ കൂടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വന്തം ഭാര്യ പാലിൽ വിഷം കലക്കി കൊടുത്തു ഹസൻ റളിയല്ലാഹു അൻഹുവിന്. അങ്ങനെയാണ് ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ജന്നത്തുൽ ബഖീയിലാണ് ഖബർ. കർബല യുദ്ധത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അനുഭവിച്ച പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവരെ വല്ലാത്ത ചരിത്രം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉടല് മറവ് ചെയ്യപ്പെട്ടത് ഇറാഖിലാണ്. ഇറാഖിലെ കർബലയിൽ. കർബല എന്ന് പറഞ്ഞാൽ തന്നെ കർബ് ബല എന്നാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉടല് മറവ് ചെയ്യപ്പെട്ടത് കർബലയിൽ, തല മറവ് ചെയ്യപ്പെട്ടത് ഈജിപ്തിലാണ്. ഹുസൈനിയ എന്നൊരു പട്ടണം തന്നെയുണ്ട് അവിടെ. അവിടെയൊക്കെ പോയാൽ അടുക്കാൻ പോലും കഴിയാത്ത വിധം എപ്പോഴും ജനബാഹുല്യമായിരിക്കും. ഏതായാലും വലിയ പരീക്ഷണങ്ങൾ അവർക്ക് എത്തിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ വരുമ്പോഴത്തേക്ക് എന്താ അള്ളാഹു എന്നെ കൈവിട്ടോ, ഞാൻ ഈ ചെയ്യുന്നതുകൊണ്ടൊന്നൊരു ഗുണം കിട്ടൂലേ എന്ന് ചിന്തിക്കണ്ട. ഈ മക്കളെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. ഏത് മക്കൾ അള്ളാന്റെ റസൂല് മടിയിലിരുത്തിയിട്ട് കവിളിലേക്ക് മാറി മാറി ചുംബിച്ചിട്ട് പറയാണ്, നിന്റെ 2 മക്കളാണ്, നിന്റെ മോളെ മക്കളാണ്,
അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമ, പടച്ചോനെ ഇവരോട് ഭയങ്കര ഇഷ്ടം എനിക്ക്. ഫഅഹ്ബിബ്ഹുമ, നീയും അവരെ ഇഷ്ടം വെക്കണം റബ്ബേ. മാത്രല്ല വഅഹിബ്ബ മൻ യുഹിബ്ബുഹുമാ, ആരൊക്കെ ഇവരെ സ്നേഹിക്കുന്നുവോ അവരെയും നീ സ്നേഹിക്കണേ അല്ലാ. മുത്ത് റസൂലിന്റെ പ്രാർത്ഥനയാണ്. ആ മക്കൾക്കും പരീക്ഷണം വന്നിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹസർ റളിയല്ലാഹു അൻഹുവിനെ ചുമലിൽ ഇങ്ങനെ കയറ്റിയിട്ട് നടക്കുകയാണ്. നിങ്ങൾ രംഗൊന്ന് ആലോചിച്ച് നോക്കി. ചെറിയ മക്കളെ നമ്മൾ പ്രിയം കൊണ്ട് എന്ത് ചെയ്യും? ചുമലിൽ കയറ്റിയിരുത്തുമല്ലോ. അങ്ങനെ ഹസർ റളിയല്ലാഹു അൻഹുവിനെ ചുമലിൽ ഏറ്റിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ഫലഖിയഹു റജുലുൻ, ഒരാളിത് കണ്ടു. ഫഖാല നിഅമൽ മർകബു റകിബത യാ ഗുലാം, എൻ്റെ മോനെ വല്ലാത്തൊരു വാഹനപ്പുറത്താണല്ലോ നീ കയറിയത്. ആരെ പുറത്താ? എന്താ നിങ്ങൾ മിണ്ടാത്തത്? ആരെ പുറത്താ? റസൂലുള്ളാഹിന്റെ പുറത്ത്. മോനെ നിനക്ക് കിട്ടിയ വാഹനം എത്ര നല്ല വാഹന മോനെ. ഖാലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് കുട്ടിയെ നിന്റെക്കൊരു ഭാഗ്യം, മുത്ത് റസൂലിന്റെ ചുമലിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടിയ മോനെ, എത്ര നല്ല വാഹനപ്പുറത്താ നീ കയറിയത്. ഉടനെ ഫഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വനിഅമർ റാകിബുഹുവാ, വാഹനം മാത്രമല്ല നല്ല വാഹനം, യാത്രക്കാരനും നല്ല യാത്രക്കാരൻ തന്നെയാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മക്കളെ പലപ്പോഴും തന്നിലേക്ക് ചേർത്ത് പിടിക്കും. ആ മക്കളുടെ കവിളിലേക്ക് മാറി മാറി ചുംബിക്കും. ഈ ചുംബനം കണ്ടപ്പോൾ സഹാബികളിലെ അഅറാബിയായ അഖ്റഅ ഇബ്നു യാബിസ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോടൊരിക്കൽ ചോദിക്കുന്നുണ്ട്, നബിയെ എനിക്ക് 10 മക്കളുണ്ടല്ലോ, മാ ഖബ്ബൽതു അഹദം മിൻഹും, ഇതുവരെ ഒറ്റൊന്നിനും ഞാൻ ചെയ്തിട്ടില്ല, ചുംബിച്ചിട്ടില്ല. നിങ്ങളെന്താ മക്കളെങ്ങനെ ചുംബിക്കണത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മറുപടി ഉണ്ട്, മല്ലം യർഹം ലാ യുർഹം. കരുണ അങ്ങോട്ട് കാണിച്ചാലേ കരുണ തിരിച്ചു കിട്ടുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. മക്കൾക്ക് സ്നേഹം കൊടുക്കണം. ഉള്ളിലുണ്ടായാൽ മാത്രം പോരാ. ഉള്ളിൽ ഭയങ്കര മഹബത്താ. പല രക്ഷിതാക്കൾക്ക് ഉള്ളിൽ നിറയെ സ്നേഹം ഉണ്ടാവും, പക്ഷെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയൂല. അവസാനം മക്കൾക്ക് ഇങ്ങനെ തോന്നി തുടങ്ങും, എനിക്ക് പുറത്തുനിന്ന് കിട്ടുന്ന സ്നേഹം പോലും വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. വീട്ടിൽ നിന്ന് എപ്പോഴും കുറ്റപ്പെടുത്തലാണ്, വീട്ടിൽ നിന്ന് എപ്പോഴും നിർദ്ദേശങ്ങളാണ്, വീട്ടിൽ നിന്ന് എപ്പോഴും ശകാരങ്ങളാണ്, വീട്ടിൽ നിന്ന് എപ്പോഴും നിയമങ്ങളും നിബന്ധനകളും പരിധികളും. ഈ ഒരു അവസ്ഥയിലാ വീട്ടിൽ നിന്ന് സ്നേഹമൊക്കെ കിട്ടുന്നത് പുറത്തുനിന്നാണ്. അങ്ങനെ ഒരു തോന്നൽ മക്കൾക്ക് വരും. ഇതുള്ളിൽ നിറയെ ഉണ്ടായാൽ പോരാ. എൻ്റെ മക്കൾക്ക് എന്നോട് വലിയ ഇഷ്ടാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അവരോട് പെരുമാറാൻ കഴിയണം. അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനെ ചുരുക്കത്തിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഖദീജ ഉമ്മയുടെ മകൾ, മുത്ത് റസൂലിന്റെ മകൾ ഫാത്തിമ ബീവിയുടെ ഇടം എത്രമേൽ മനോഹരം. ആ ഒരു കുടുംബ പശ്ചാത്തലമുള്ള ഒരു പെണ്ണ് ലോക ചരിത്രത്തിൽ മറ്റേതുമില്ല. നബി തങ്ങൾക്ക് ആ മകളോടുള്ള പ്രിയമെത്രയാണ്. എപ്പോഴും പറയുമായിരുന്നു, ഇന്നമാ ഫാത്തിമത്തു ബിളഅത്തും മിന്നി, ഫാത്തിമ എൻ്റെ ഒരു കഷ്ണം തന്നെയാണ്. യുദീനി മാദാഹ, ഫാത്തിമക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയും എന്നെ വിഷമിപ്പിക്കുന്നതാണ്. ഫാത്തിമയെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയും, അവളെ ദേഷ്യം പിടിപ്പിക്കുന്നതൊക്കെയും എന്നെയും ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യമാണ് എന്ന് പറയുമായിരുന്നു മുഹമ്മദ് മുസ്തഫ. ഒരു യാത്രക്ക് മുത്ത് റസൂൽ ഒരുങ്ങിയാൽ
ആ വിവരം ഫാത്തിമ ബീവിയോട് പറയും. യാത്ര പോകുമ്പോൾ അവസാനം ഫാത്തിമ ബീവിയുടെ കൈ പിടിച്ച് യാത്ര പറയും. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് ഫാത്തിമ ബീവിയെയായിരിക്കും. കാന ആഖിറു അഹ്ദിഹി ഫാത്തിമ വകാന അവ്വലു അഹ്ദിഹി ഫാത്തിമ. യാത്രയിൽ അവസാനം കാണുന്നതും യാത്ര കഴിഞ്ഞു വന്ന് ആദ്യം കാണുന്നതും പൊന്നുമോൾ ഫാത്തിമ ബീവിയെയാണ്. അല്ലാഹുവേ, വീട്ടിൽ റസൂലുള്ള ഇരിക്കുമ്പോ ഫാത്തിമ ബീവി ആ വീട്ടിലേക്ക് കയറി വന്നാൽ അള്ളാന്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കും, തന്റെ തൊട്ടടുത്തിരുത്തും, അല്ലെങ്കിൽ താനിരുന്ന സീറ്റിൽ ഇരുത്തും ഫാത്തിമ ബീവിയെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണസമയത്ത് മുത്തു റസൂല് സ്വകാര്യം പറഞ്ഞത് ഫാത്തിമ ബീവിയോട് മാത്രം. വല്ലാത്തൊരവസ്ഥയിൽ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. സ്വകാര്യം ബഹുമാനപ്പെട്ട ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ആയിഷ ബീവിയോട് സ്വകാര്യം പറയാമായിരുന്നു, പക്ഷേ ഒരൽപ്പം അകലെ നിൽക്കുന്ന ഫാത്തിമ മോളെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഫാത്തിമ ബീവിയുടെ ചെവിയിൽ കാത് വെച്ച് സ്വകാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് കോലം മാറി. ഫാത്തിമ ബീവി തേങ്ങി തേങ്ങി കരയുകയാ. ആ കരച്ചിൽ കണ്ട് പരിസരത്തുള്ളവരൊക്കെ കരഞ്ഞുപോയി. എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു. ഫാത്തിമ ബീവി പറഞ്ഞു, സ്വകാര്യമല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് ഇപ്പോൾ നിങ്ങളത് ചോദിക്കുന്നത്? ഫാത്തിമ ബീവിയുടെ കരച്ചിൽ കണ്ട് മുത്ത് റസൂലും കരയുകയാണ്. ഉടനെ ഫാത്തിമ ബീവിയെ വീണ്ടും വിളിച്ചു. ഫാത്തിമ ബീവിയുടെ കാതിൽ ചുണ്ട് വെച്ച് രണ്ടാമതും ഒരു സ്വകാര്യം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീവി പൊട്ടി പൊട്ടി ചിരിക്കുകയാണ്. ആളുകളൊക്കെ അന്തം വിട്ടുപോയി. എന്താണ് ഫാത്തിമ ഉണ്ടായത്, ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞു, ഞാൻ പറയാം, ഇപ്പോഴല്ല പിന്നീട് പറയാം. ചുരുക്കത്തിൽ സഹോദരാ സഹോദരി, മരണസമയത്ത് പോലും മുത്തുനബി തന്റെ സ്വകാര്യം പറഞ്ഞത് തന്റെ പൊന്നുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട്. അല്ലാഹുവേ, സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ തൗഫീഖ് തരട്ടെ.